നിന്റെ രാജ്യം വരണമേ. അഭിസംബോധനയ്ക്കും നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന ആവശ്യ സമർപ്പണത്തിനും ശേഷമായി നാം ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കുന്ന ആവശ്യമാണ് നിന്റെ രാജ്യം വരണമേ എന്നത്. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിതമായ അതിരുകൾക്കുള്ളിൽ സാംസ്കാരികമായിരിക്കുന്ന ഐഡൻറ്റിറ്റിയും ഭരണ സംവിധാനവും ഒക്കെയായി അതിർത്തികൾ കാത്തു സൂക്ഷിക്കുവാൻ സൈന്യവും ആഭ്യന്തര സമാധാനത്തിനായിട്ട് പോലീസും, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരും. ഇതിൽ പല കാര്യങ്ങളും സ്ഥൂലമാണ് അഥവാ ഫിസിക്കലാണ്. എന്നാൽ ദൈവരാജ്യം എന്ന ചിന്ത ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. യേശു ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. നമുക്ക് രാജ്യം എന്ന സങ്കല്പത്തിൽ കൂടി ദൈവരാജ്യം എന്ന അനുഭവത്തെ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഒരു രാജ്യത്തിന് ഒരു ന്യായ സംഹിത ഉണ്ടായിരിക്കും. അവിടുത്തെ ജനങ്ങൾ അതനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഓരോ രാജ്യത്തിനും ഒരു സാംസ്കാരിക തനിമയുണ്ടായിരിക്കും. അത് എഴുതപ്പെട്ടതാകണം എന്ന് നിർബന്ധമില്ല. മറ്റൊന്ന്, ഓരോ രാജ്യക്കാരനും ആ രാജ്യത്തിൻ്റെ പേരിലും ഐഡൻറ്റിറ്റിയിലും അഭിമാനമുള്ളവരായിരിക്കും, അഥവാ ദേശാഭിമാനികളായിരിക്കും. ദേശാഭിമാനി എന്നത് പ്രകടനപരം ആകണം എന്നില്ല, എന്നാൽ അത് യാഥാർത്ഥ്യവും സത്യസന്ധവുമാകണം. ഇങ്ങനെ നാം തിരഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നിർവചനത്തിനായി പലതും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഇനി നമുക്ക് ഭക്തൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിലേക്ക് വരാം. ദൈവരാജ്യത്തെ കാത്തിരിക്കുന്ന മിക്കവാറും പേർ പ്രതീക്ഷിക്കുന്നത് കർത്താവിൻ്റെ വീണ്ടും വരവിന് ശേഷം ഉള്ള സംഭവ പരമ്പരകളോട് ബന്ധപ്പെട്ടാണ് ദൈവരാജ്യത്തെ കാണുന്നത് എന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ മാത്രമായി നാം ചിന്തിക്കുന്നതിലൂടെ ദൈവരാജ്യ സംബന്ധിയായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതാണ് വാസ്തവം. അതുകൊണ്ടാണ് യേശു ലൂക്കോസിൻ്റെ 17:21 പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന യാഥാർത്ഥ്യം. കർത്താവിൻ്റെ ഈ പരാമർശം നമ്മിൽ ആവേശം ഉളവാക്കുന്നുവോ അതോ നിസ്സംഗതയാണോ ഉണ്ടാക്കുന്നത്? നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവരാജ്യ സംബന്ധിയായ യാഥാർത്ഥ്യങ്ങൾ, ലക്ഷണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടെത്തുവാനും വ്യാപരിപ്പിക്കുവാനും താല്പര്യമില്ലാത്തവർ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവരാജ്യത്തിനായിട്ട് പ്രത്യാശിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങളും യാചനകളും എന്നത് നാം വായിക്കൊണ്ട് പറയുന്നത് മാത്രമല്ല, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കൂടെ ആകണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിച്ചേരുകയുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എബ്രായർ 10:7 ആവർത്തിച്ചിരിക്കുന്ന പ്രവചന ഭാഗമാണ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇതാണ് ആ പ്രസ്താവന. സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാൻ യേശു തയ്യാറായതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും സമർപ്പണങ്ങളും ആയിത്തീരുമ്പോൾ നാം ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുകയാണ്. സങ്കീർത്തനം 40:7-8 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രമാണം ഉള്ളിൽ വഹിക്കുന്നവനാണ് ദൈവരാജ്യത്തിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവരാജ്യ സംബന്ധിയായ നമ്മുടെ കാഴ്ചപ്പാടുകളെ തിരുത്തേണ്ടതുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുവോ? റോമാലേഖനം 12:1-2 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ദൈവേഷ്ടം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നത്രേ. നാം ദൈവരാജ്യത്തിനായി കാക്ഷിക്കുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു എങ്കിൽ, ദൈവഹിതം തിരിച്ചറിയുവാൻ അനുദിനം രൂപാന്തരപ്പെടണം. ദൈവരാജ്യത്തെ, ദൈവരാജ്യ ലക്ഷണങ്ങളെ നമ്മുടെ ചുറ്റുപാടുകൾ കണ്ടെത്തുവാൻ, പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവരാജ്യത്തിനൊരു സ്വഭാവമുണ്ട്. ദൈവരാജ്യത്തിന് ഒരു നിയമ സംഹിതയുണ്ട്. ദൈവരാജ്യത്തിന് ഒരു തലവനുണ്ട്. തീർന്നില്ല, ദൈവരാജ്യത്തിന് പൗരത്വമുണ്ട്, അതിരുകളുണ്ട്. നാം അതിരിന് പുറത്തോ അകത്തോ. പൗലോസ് പറയുന്നു, എൻ്റെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആമേൻ. കൊലോസ്യ ലേഖനം 1:13 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ അധികാരത്തിന് കീഴിലാക്കിയവന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയി EV.